ഇന്നത്തെ സുവോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ മെൻഡൽ നടത്തിയ മോണോഹൈബ്രിഡ് ക്രോസ്, അതിന്റെ ഫലമായി അദ്ദേഹം ആവിഷ്കരിച്ച 2 ലോസ്, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അപ്പോൾ മെൻഡൽ യഥാർത്ഥത്തിൽ അദ്ദേഹം 3 ലോസ് ആണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ജനിതകശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 3 നിയമങ്ങൾ, 3 ലോസ് ആണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ മെൻഡൽ പീ പ്ലാന്റിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. ഈ പീ പ്ലാന്റിൽ നടത്തിയ പരീക്ഷണത്തിന്റെ ഫലമായി, ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സിന്റെ ഫലമായി 3 ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. അതിൽ 2 നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞതുപോലെ മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫലമായി അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്തതാണ് ആദ്യത്തെ 2 ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹം പീ പ്ലാന്റ്സിൽ മാത്രമാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. എന്തുകൊണ്ടോ അദ്ദേഹം മറ്റു പ്ലാന്റ്സിലൊന്നും അദ്ദേഹം ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നടത്തിയില്ല. പീ പ്ലാന്റ്സിൽ അദ്ദേഹം പരീക്ഷണം നടത്തി, അതിന്റെ റിസൾട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അത് നിരാകരിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു വസ്തുത, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വരും. എന്തായാലും അദ്ദേഹത്തിന്റെ 3 ലോസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തതിന് ശേഷം അത് നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവിതം ബഹുമതികളൊന്നും നേടാനാവാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് പല ശാസ്ത്രകാരന്മാരും ഇതേ രീതിയിൽ പരീക്ഷണങ്ങൾ ആവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം നടത്തിയ അതേ പരീക്ഷണത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് മറ്റു പല സസ്യങ്ങളിലും പരീക്ഷണങ്ങൾ ആവർത്തിച്ചു. ഇപ്പൊ മെൻഡൽ പീ പ്ലാന്റിലാണ് പരീക്ഷണം നടത്തിയത്. പീ പ്ലാന്റിൽ മാത്രം അദ്ദേഹം പരീക്ഷണത്തെ ഒതുക്കി നിർത്തിയെങ്കിൽ അതിനുശേഷം വന്ന പല സയന്റിസ്റ്റുകളും അവരുടെ പരീക്ഷണങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റു പല സസ്യങ്ങളിലും അവർ പരീക്ഷണം നടത്തി. ആ സസ്യങ്ങളിലുള്ള പല തരം കൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉപയോഗിച്ചുള്ള ഒരു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നടത്തി. അതിലൊക്കെ മെൻഡൽ കണ്ടെത്തിയ ആ ഫലങ്ങൾ തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ നടന്ന പരീക്ഷണങ്ങളിൽ ചിലത് മെൻഡൽ പ്രതിപാദിക്കാതിരുന്ന ചില കാര്യങ്ങൾ കൂടി വെളിച്ചത്തു, അല്ലെങ്കിൽ മെൻഡലിന് കണ്ടെത്താൻ കഴിയാതിരുന്ന, മെൻഡൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യാസമുള്ള പല കാര്യങ്ങളിലും അവർ കണ്ടെത്തി. നമ്മളിതിനെ ഡീവിയേഷൻ ഫ്രം ദ മെൻഡലിയൻ പ്രിൻസിപ്പിൾ എന്നാണ് വിളിക്കുക. ഡീവിയേഷൻ, വ്യതിയാനം. അതായത് മെൻഡൽ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസും ഉണ്ട് എന്ന് അവർ കണ്ടെത്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡീവിയേഷൻ എന്ന് പറയുന്നത് ഡീവിയേഷൻ ഫ്രം ദ ഫസ്റ്റ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. അതായത് നമുക്കറിയാം, ഫസ്റ്റ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ലോ ഓഫ് ഡോമിനൻസ്. അപ്പൊ എന്താണ് ലോ ഓഫ് ഡോമിനൻസ്? അദ്ദേഹം പറഞ്ഞ ലോ ഓഫ് ഡോമിനൻസ് എന്താണ്? When 2 plants of contrasting features are hybridized, in the F1 the character of only one parent appears and the character of another parent does not appear, or it is masked. The appeared character in the F1 is the dominant character,
and the masked character is the recessive character. ഇതായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലോ, ദാറ്റ് ഈസ് ലോ ഓഫ് ഡോമിനൻസ്. ഈ ലോ ഓഫ് ഡോമിനൻസിന് തന്നെ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഇത് എല്ലായ്പ്പോഴും ശരിയല്ല. എല്ലാ ഹൈബ്രിഡൈസേഷന്റെ കേസിലും ഇത് ശരിയല്ല എന്ന് പിന്നീട് വന്ന ശാസ്ത്രകാരന്മാർ തെളിയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡീവിയേഷനിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, ആ ഡീവിയേഷനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് ഡോമിനൻസിൽ നിന്നും വ്യത്യസ്തമായ ഫലങ്ങൾ കിട്ടും, ചില സസ്യങ്ങളിൽ അങ്ങനെ ഉണ്ട് എന്ന് പിന്നീട് സ്ഥാപിച്ചു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിലൊരു പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ആന്റിറിനം എന്ന് പറയുന്ന ജീനസിൽപ്പെട്ട സസ്യങ്ങളിൽ നടന്ന പരീക്ഷണം, ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്. ആന്റിറിനം എന്ന് പറയുന്നത് ഒരു ജീനസ് ആണ്. ആ ജീനസിൽ പെട്ട സസ്യങ്ങളിൽ ഒന്നാണ് സ്നാപ് ഡ്രാഗൺ എന്ന് വിളിക്കുന്നത്. സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ എന്നൊക്കെ വിളിക്കും. ഈ ഡോഗ് ഫ്ലവറിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഡോഗ് ഫ്ലവർ ഉണ്ട്. സ്നാപ് ഡ്രാഗൺ ഉണ്ട്. ഡ്രാഗൺ പ്ലാന്റ് എന്നും അതേ വിളിക്കാറുണ്ട്. ഡോഗ് ഫ്ലവർ പ്ലാന്റ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ പല നിറങ്ങളുള്ള പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളതാണ് റെഡ് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗൺ ആൻഡ് വൈറ്റ് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗൺ. അപ്പോൾ ഈ റെഡ് ഫ്ലവേർഡ് ട്രൂ ബ്രീഡിംഗ് റെഡ് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗണും ട്രൂ ബ്രീഡിംഗ് വൈറ്റ് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗണും തമ്മിലുള്ള ഒരു ഹൈബ്രിഡൈസേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ എ ക്രോസ് ബിറ്റ്വീൻ എ ട്രൂ ബ്രീഡിംഗ് റെഡ് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗൺ and a true breeding white flowered snapdragon, when the F1 were produced, നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുക? ഗ്രിഗർ മെൻഡലിന്റെ പരീക്ഷണത്തനുസരിച്ചാണെങ്കിൽ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുക? ഒന്നുകിൽ F1 progeny should all be red flowered or should be white flowered. അതാണല്ലോ ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത്. പാരൻസിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ക്യാരക്ടർ, ഏതാണോ ഡോമിനൻ്റ് ക്യാരക്ടർ, നമുക്കറിയില്ല. അപ്പോൾ ഏതാണോ ഡോമിനൻ്റ് ക്യാരക്ടർ അതാണ് അപ്പിയർ ചെയ്യേണ്ടത് എന്നാണല്ലോ ലോ ഓഫ് ഡോമിനൻസ് പ്രകാരം ഗ്രിഗർ മെൻഡൽ സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്നുകിൽ റെഡ് കളേർഡ് സ്നാപ് ഡ്രാഗണോ അല്ലെങ്കിൽ വൈറ്റ് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗണോ ആണ് F1-ൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റെഡ് കളറാണ് ഡോമിനൻ്റ് എങ്കിൽ എല്ലാം റെഡ് കളർ ആയിരിക്കണം F1-ൽ. വൈറ്റ് കളറാണ് ഡോമിനൻ്റ് എങ്കിൽ എല്ലാം വൈറ്റ് ഫ്ലവേർഡ് ആയിരിക്കണം F1. പക്ഷേ ഇതിന് വിപരീതമായി ഇങ്ങനെ ഒരു ട്രൂ ബ്രീഡിംഗ് റെഡ് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗണെയും ട്രൂ ബ്രീഡിംഗ് വൈറ്റ് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗണെയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ F1-ൽ കിട്ടിയത് പിങ്ക് കളേർഡ് സ്നാപ് ഡ്രാഗൺ. അതായത് റെഡിൻ്റെയും വൈറ്റിൻ്റെയും ഒരു മിക്സാണ് കിട്ടിയത്, F1-ൽ കിട്ടിയത്. ഇത് തീരെ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മിക്സായിട്ട് വന്നത്? അപ്പോൾ എല്ലാം F1 ഉണ്ടായത് മുഴുവൻ പിങ്ക് കളേർഡായിരുന്നു. ആൻഡ് ഇൻ്റർമീഡിയറ്റ് കളർ ബിറ്റ്വീൻ ദ റെഡ് ആൻഡ് വൈറ്റ്. സോ ഓൾ F1 progeny were pink color. അപ്പോൾ ഇവിടെ ഗ്രിഗർ മെൻഡൽ ചെയ്തതുപോലെ തന്നെ അതേ പാത പിന്തുടർന്ന് F1-നെ സെൽഫ് പോളിനേറ്റ് ചെയ്യിച്ചു. അതായത് പിങ്ക് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗണിനെ F1-ൽ കിട്ടിയ പിങ്ക് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗണിനെ സെൽഫ് പോളിനേഷൻ നടത്തി F2 പ്രോജനി ഉണ്ടാക്കി. ഇങ്ങനെ F2 പ്രോജനി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് സ്നാപ് ഡ്രാഗൺസ് റെഡ് ഫ്ലവേർഡ് ആയിരുന്നു, കുറച്ച് പിങ്ക് ഫ്ലവേർഡ് ആണ് കിട്ടിയത്, കുറച്ച് വൈറ്റ് ഫ്ലവേർഡ് ആണ് കിട്ടിയത്. അതിനെ ഒരു റേഷ്യോയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഫീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 എന്ന് കിട്ടി.
That is, one red-flowered snapdragon, two pink-colored snapdragon, and one white-flowered snapdragon, as you see in the Punnett square here. Okay. എന്താണ് genotypic ratio? See the Punnett square here. What's the genotypic ratio? Interestingly, the genotypic ratio is also the same. That is 1:2:1. So we have represented the red color with the capital R, and white flower with the small r. F1 were all with capital R, small r, heterozygous, but they were pink. And in the F2, as you see in the Punnett square here, one flower with the capital R, that is red flowered snapdragon, and two with the capital R, small r, that is pink color, and one with the small r, that is white flower. So here, both the phenotypic ratio and the genotypic ratio are the same. Both are 1:2:1. But you remember, in the cross conducted by Mendel, the F1, so the F2 ratio, the F2 phenotypic ratio was 3:1. Okay, but here the phenotypic ratio is 1:2:1. And this phenomenon, this condition is called incomplete dominance. Incomplete dominance. This is opposite to the complete dominance of Mendel. So Mendel did not talk about incomplete dominance. He always talked about complete dominance, and he told that the dominance is complete. When a character is dominant character, that appears in the F1. And in the presence of the dominant character, the recessive character cannot express. This was what Mendel proposed. But deviating from the Mendel's view, Mendel's proposition, here we got an intermediate character in the F1. Neither dominant nor recessive character. An intermediate character between the dominant and the recessive, or a blending. Correctly speaking, a blending of the dominant character, the so-called dominant character, and the recessive character. That is pink color. So that is why this phenomenon is called incomplete dominance. That means the dominance was not complete. The red color, the red parent, was not dominant for red color, completely dominant for red color. As a result, as it was not completely dominant for red color, the recessive factor, the recessive alleles also could express its character. So, a recessive allele is completely masked, or it fails to express its character when the dominant alleles are completely dominant over the recessive alleles. But what is happening here? In the case of snapdragon, we think that the red color is dominant. But that color is not, that trait is not completely dominant. Or rather we may say it is weakly dominant, is feebly dominant over the recessive allele. So as a result, what happens? The dominant allele cannot express its character completely. As a result, the recessive allele also gets a chance to express its character partially.
So dominant allele expresses its character partially, and the recessive allele also expresses its character partially, because the dominant allele is not completely dominant over the recessive allele, and the character of the F1 or the trait of the F1 becomes a blending between the dominant character and the recessive character, or between the two, blending of the two characters. And this phenomenon is known as incomplete dominance. This is purely a deviation. This is surely a deviation from what Mendel taught, or deviation from the Mendel's first law of inheritance, that is law of dominance. Okay. Now, what is the reason for this phenomenon? Why the dominant alleles, or why a dominant allele is not completely dominant? Why can't the dominant allele express its character fully? That's the question. Okay, before coming to the answer to this question, we should have a basic knowledge about how genes express the character. So we know every phenotypic character is controlled by genes, or Mendel's factors. The Mendel's factors are now called genes. Okay, so the genes produce and maintain the phenotypic character in every organism. For example, when we are concerned, human beings are concerned, ഒരു വ്യക്തിയുടെ മുടി എങ്ങനെയുള്ളതാണ്? ചുരുണ്ടതാണോ, കൊലമുടിയാണോ? സ്കിന്നിൻ്റെ കളർ എന്താണ്? അയാളുടെ ശരീരത്തിൻ്റെ പൊക്കം എത്രയാണ്, എന്താണ്? ഇങ്ങനെയുള്ള ഓരോ ഫിനോടൈപ്പിക് ക്യാരക്ടേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നതും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ജീൻസാണ്. ഇനി എങ്ങനെയാണ് ജീൻസ് ഈ ഫിനോടൈപ്പിക് ക്യാരക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക? എല്ലാ ഫിനോടൈപ്പിക് ക്യാരക്ടേഴ്സും അത് എന്തുമായിക്കോട്ടെ, ഏത് ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ ആയാലും അത് ഉണ്ടാക്കുന്നത് ഒരു മെറ്റബോളിക് റിയാക്ഷൻ്റെ ഫലമായിട്ടാണ്. നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ കേസ് തന്നെ എടുക്കാം. എങ്ങനെയാണ് സ്നാപ്ഡ്രാഗണിൽ ഒരു ഫ്ലവർ റെഡായി മാറുന്നത്? അവിടെ ഒരു റെഡ് പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു റെഡ് പിഗ്മെന്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ റെഡ് പിഗ്മെന്റ് ഉണ്ടാവുന്നത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടാണ്. അങ്ങനെ ഒരു ഓർഗാനിസത്തിന്റെ ഏത് ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ നമ്മൾ എടുത്താലും that is produced as a result of metabolic reaction taking place in the body. കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്, every chemical reaction is catalyzed in our body. Enzymes are biological catalysts which catalyze chemical reaction. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ എൻസൈംസ് വേണം. എൻസൈംസ് ആണ് ആ കെമിക്കൽ റിയാക്ഷനെ നടത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട്, ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് ഫിനോടൈപ്പിക് എക്സ്പ്രഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, അതിന് ജീനുമായിട്ട് എന്താണ് ബന്ധം? ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആർ പ്രോട്ടീൻസ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ബയോമോളിക്യൂൾസ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്താൻ ആവശ്യമായ എൻസൈം, പ്രോട്ടീൻ ആയ എൻസൈമിനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് ഏത് എൻസൈമാണെന്ന് തീരുമാനിക്കുന്നത് ജീൻസാണ്. ഇപ്പോൾ ജീൻസിന്റെ ബന്ധം മനസ്സിലായി. ജീൻ എൻസൈം ഉണ്ടാക്കുന്നു, ആ എൻസൈം ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നു, കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായി ഒരു ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ ഉണ്ടാകുന്നു.
നമുക്ക് സ്നാപ്ഡ്രാഗണിലേക്ക് വന്നാൽ റെഡ് പിഗ്മെന്റ് ആണ് ഉണ്ടാകേണ്ടത്. റെഡ് പിഗ്മെന്റ് ഉണ്ടാകാൻ ആവശ്യമായ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണം. ആ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു എൻസൈം ഉണ്ടാവണം. ഒന്നോ അതിലധികമോ ആവാം. ഒരു ബയോളജിക്കൽ പാത്വേ, ഒരു മെറ്റബോളിക് പാത്വേ ആവാം. അതൊക്കെ നിങ്ങൾ പിന്നീട് മറ്റു ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ആ എൻസൈം ജീനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജീൻ എൻസൈം ഉണ്ടാക്കുന്നു. എൻസൈം ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നു. ആ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായി ഒരു പിഗ്മെന്റ് ഉണ്ടാകുന്നു, റെഡ് പിഗ്മെന്റ് ഉണ്ടാകുന്നു. ആ പിഗ്മെന്റ് പൂവിന് ചുവന്ന കളർ കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ജീൻസ് ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, പക്ഷെ ജീനിന് വ്യതിയാനങ്ങൾ സംഭവിക്കാം, ജീനിന് മാറ്റങ്ങൾ സംഭവിക്കാം. അങ്ങനെ ജീനിനുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് നമ്മൾ മ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. അത് നിങ്ങളുടെ മറ്റൊരു ചാപ്റ്ററിൽ നിങ്ങൾ മ്യൂട്ടേഷൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഇപ്പൊ ജീനിനുണ്ടാകുന്ന ഏതൊരു വ്യതിയാനത്തെയും ഏതൊരു മാറ്റത്തെയും നമ്മൾ എന്ത് വിളിക്കും? മ്യൂട്ടേഷൻ എന്ന് വിളിക്കും. മ്യൂട്ടേഷന്റെ ഫലമായി എല്ലാ മ്യൂട്ടേഷൻസും ഒരുപോലെ അല്ല. അതിന്റെ തീവ്രതയും അതിന്റെ എഫക്റ്റും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഒരു ജീനിന് മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. ഒന്നാമത്തെ മാറ്റം, ജീന് മ്യൂട്ടേഷൻ ഉണ്ടാകുന്നു. ആ ജീൻ, ആ എൻസൈം, അത് ഏത് എൻസൈമാണോ ഉത്പാദിപ്പിക്കേണ്ടുന്നത് ആ എൻസൈം ഉണ്ടാക്കാനുള്ള കഴിവ് അത് നഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ബയോകെമിക്കൽ റിയാക്ഷൻ നടക്കില്ല, ആ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഉണ്ടാകില്ല. രണ്ടാമത്തെ മാറ്റമാണ്, ജീന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. ആ മ്യൂട്ടേഷൻ അതിൻ്റെ എബിലിറ്റിയിൽ കുറവ് സംഭവിപ്പിക്കുന്നു. അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റിയിൽ കുറവ് സംഭവിപ്പിക്കുന്നു. അങ്ങനെ ഒരു ലെസ് എഫക്റ്റീവ് എൻസൈം ഉണ്ടാകുന്നു. അതുണ്ടാക്കേണ്ട എൻസൈം അത് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ആ എൻസൈം ലെസ് എഫക്റ്റീവ് ആണ്. അപ്പോൾ ബയോകെമിക്കൽ റിയാക്ഷൻ നടക്കും. സ്നാപ്ഡ്രാഗണിന്റെ കേസിൽ പറയുകയാണെങ്കിൽ പിഗ്മെന്റ് ഉണ്ടാവും, പക്ഷെ വേണ്ടത്ര അളവിൽ ഉണ്ടാവില്ല. കാരണം എൻസൈം ലെസ് എഫക്റ്റീവ് ആണ്. മൂന്നാമത്തെ ഒരു മാറ്റം മ്യൂട്ടേഷൻ വഴി സംഭവിക്കാൻ സാധ്യതയുള്ളത്, ജീന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. ഉണ്ടാകുന്ന എൻസൈം ഒരു റോങ് എൻസൈം ആയിരിക്കും, തെറ്റായ ഒരു എൻസൈം ഉണ്ടാകും. അപ്പോഴും കെമിക്കൽ റിയാക്ഷൻ തെറ്റായ രീതിയിലായിരിക്കും നടക്കുക, ഒരു തെറ്റായ ബൈ പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. വേണ്ട ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ അവിടെ ഉണ്ടാവണമെന്നില്ല. ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലേത് മ്യൂട്ടേഷൻ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇവിടെ ജീനിന് സംഭവിച്ചിരിക്കുന്ന മ്യൂട്ടേഷൻ സംഭവിച്ചു, ഒരു ലെസ് എഫക്റ്റീവ് എൻസൈം ഉണ്ടാവും. അതിന് മ്യൂട്ടേഷൻ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അത് ഡോമിനന്റ് അലീലായി നിൽക്കുമായിരുന്നു, അത് റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മൾ ഗ്രിഗർ മെൻഡൽ പറഞ്ഞതുപോലെ തന്നെ എന്ത് സംഭവിക്കുമായിരുന്നു? F1 progenies were all would be with red flower. അവിടെ പിന്നെ സംശയമൊന്നുമില്ല. ഗ്രിഗർ മെൻഡലിന്റെ അതേ പാറ്റേണിൽ അത് പോകുമായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? റെഡ് കളർ ഉണ്ടാക്കുന്ന ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അതിപ്പോൾ ഉണ്ടാക്കുന്ന എൻസൈം ലെസ് എഫക്റ്റീവ് എൻസൈമാണ്. ആ ലെസ് എഫക്റ്റീവ് എൻസൈം വേണ്ടത്ര അളവിലുള്ള ആഡിക്വേറ്റ് എമൗണ്ടിലുള്ള പിഗ്മെന്റിനെ ഉണ്ടാക്കാൻ അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് F1 പ്രോജനി ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഈ രണ്ടിൻ്റെയും റിസസീവ് അലീലിൻ്റെയും ഈ മ്യൂട്ടേഷൻ സംഭവിച്ച ഈ ഡോമിനന്റ് അലീലിൻ്റെയും
ഒരു മിക്സ് ആയിട്ടാണ് നമുക്ക് അപ്പിയർ ചെയ്യുക. അതുകൊണ്ടാണ് F1 പ്രോജനിയിൽ പിങ്ക് അപ്പിയർ ചെയ്യുന്നത്. അത് ഹെറ്ററോസൈഗസ് ആണ്, പക്ഷെ പിങ്ക് ആണ്. അവിടെ ആ ഹെറ്ററോസൈഗസിലുള്ള F1 പ്രോജനിയിൽ ഡോമിനന്റ് അലീൽ എന്ന് നമ്മൾ വിളിക്കുന്ന ആ അലീൽ that is not completely dominant over the recessive allele. So the recessive allele also gets a chance to express its character, and the mutated dominant allele also produces its character but feebly. So the progeny becomes intermediate in trait. Okay. അപ്പോൾ ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. മറ്റ് ഡീവിയേഷൻസ്, ഇനിയും ഡീവിയേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഡീവിയേഷൻസ് ഫ്രം ദ മെൻഡലിയൻ പ്രിൻസിപ്പിൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.